നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നൊരു ചെറിയ ലോഗോ പ്ലെയിൻ ഉണ്ടാക്കുകയാണ്. എൻ്റെ അനിയത്തി എന്നെ സഹായിക്കാന്ന് പറഞ്ഞു. രാവിലെ അത് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പെരുമഴ, ഇപ്പോൾ താണ്ടെ പെരുവെയിൽ. ഇനി എന്നാ ചെയ്യും ഗൈസ്? നമ്മൾ അങ്ങനെ ഉണ്ടാക്കാൻ പോയിരിക്കുകയാണ്. ഇനി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. എൻ്റെ അനിയത്തിയാണ് എന്നെ സഹായിച്ചിരിക്കുന്നത്. നമുക്ക് കാണാമല്ലോ. ഇവളെ ഞങ്ങൾ ഇത്ര സഹായിച്ചപ്പോൾ ലോഗോ പ്ലെയിൻ റെഡി ആയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ലോഗോ പ്ലെയിൻ. ഇത് കണ്ടോളൂ ഗൈസ്. ഇതിൻ്റെ പ്രത്യേകത കാണിക്കാം. നിങ്ങൾക്ക് കണ്ടാൽ തോന്നും ഇതെന്താ ഒരു സാധാ പ്ലെയിൻ. പക്ഷേ അങ്ങനെയല്ല. നോക്ക്, ഫുള്ള് നോക്കിക്കഴിഞ്ഞു ഒരെണ്ണം കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇനി നോക്കിക്കോളും. രണ്ടായിട്ട് തുറക്കുന്നു. ഇതിങ്ങനെ വെക്കാം. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ തുറക്കാം. ഇതാണ് ഈ പ്ലെയിൻ്റെ പ്രത്യേകത. എന്നിട്ട് വീണ്ടും അതേപടി അടച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് വീണ്ടും കയറ്റുന്നു. ഇതിനിടയ്ക്ക് ചിലപ്പോൾ ഇത് പൊട്ടിയും പോയി വരും. ഇങ്ങനെ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളിങ്ങനെ ഇനി എയർപോർട്ടിലേക്ക് പോയിരിക്കുന്നു. എയർപോർട്ടിൽ നിന്ന് വണ്ടി പറക്കാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ടാണ് ഫ്ലൈറ്റ്. ഇപ്പം തന്നെ വണ്ടി പൊങ്ങുന്നതായിരിക്കും. ഇനിയും എന്നെയും കാണത്തില്ല, ഞങ്ങളെ കാണത്തില്ല. എല്ലാവരും നിശബ്ദമായിരിക്കും. അതോടൊപ്പം വണ്ടി പോകുന്നതുമായിരിക്കും. അങ്ങനെ നമ്മുടെ ലോഗോ പ്ലെയിൻ അങ്ങനെ അമേരിക്കയിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ പ്ലെയിനോടെ എത്തി. നമ്മൾ ഇനിയും ഇതാ തുറക്കുകയാണ്. നിങ്ങൾ പറയുന്ന എല്ലാ സ്ഥലവും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ പറയുന്ന പ്ലേ പണ്ട് സ്പൈഡർ വെബും ഒക്കെ കൊണ്ടുവന്നത്. പിന്നെ RC കാറും. RC കാറിൻ്റെ വീഡിയോയ്ക്കൊക്കെ നല്ല വ്യൂസ് ഉണ്ട്. കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി. ജീപ്പ് ഓപ്പൺ പാർട്ട് വന്നു 103 വ്യൂസ് ഉണ്ട്. ഒരാഴ്ച ആയതേ ഉള്ളൂ. കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. എൻ്റെ വക, എൻ്റെയും വകയുണ്ട്, എൻ്റെ കൂട്ടുകാരൻ്റെ ഉണ്ട്, എൻ്റെ അനിയത്തിയുടെ ഉണ്ട്. ഒരനിയത്തി ഇപ്പോൾ ഈ സ്ഥലത്തില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അവളെ കുറിച്ച് പറയാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് വേണമെന്നോ എവിടെ പോകുന്നെന്നോ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ ഇട്ടാൽ മതി. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.